ഓം ശാന്തി 9/7/2025 പ്രഭാതമുരളി. മധുരമായ കുട്ടികളെ, ബാബ വന്നിരിക്കുകയാണ് നിങ്ങൾക്ക് ജ്ഞാനം നൽകുന്നതിനായി. ബാബ നിങ്ങളെ എന്തെല്ലാം കേൾപ്പിക്കുന്നുവോ അഥവാ മനസ്സിലാക്കി തരുന്നുവോ അതെല്ലാം ജ്ഞാനമാണ്. ജ്ഞാനസാഗരനല്ലാതെ മറ്റാർക്കും ജ്ഞാനരത്നങ്ങൾ നൽകാൻ സാധിക്കില്ല. ചോദ്യം: ആത്മാവിന്റെ മൂല്യം കുറയുന്നതിനുള്ള മുഖ്യ കാരണം എന്താണ്? ഉത്തരം: മൂല്യം കുറയുന്നത് കറ പറ്റുന്നതിനാലാണ്. എങ്ങനെയാണോ സ്വർണത്തിൽ ചെമ്പ് ചേർത്ത് ആഭരണം നിർമ്മിക്കുമ്പോൾ അതിന്റെ മൂല്യം കുറയുന്നത്, അതുപോലെ സത്യമായ സ്വർണമാകുന്ന ആത്മാവിൽ അപവിത്രതയുടെ കറ പറ്റുന്നു. അതിനാൽ മൂല്യം കുറയുന്നു. ഈ സമയത്ത് തമോപ്രധാനമായ ആത്മാവിന് ഒരു മൂല്യവുമില്ല, ശരീരത്തിനും ഒരു വിലയുമില്ല. ഇപ്പോൾ നിങ്ങളുടെ ആത്മാവും ശരീരവും ഓർമ്മയിലൂടെ വിലയുള്ളതായി മാറുകയാണ്. ഗീതം: ഇന്ന് അതിരാവിലെ ആരാണ് വന്നത്? ഓം ശാന്തി. മധുരമധുരമായ ആത്മീയ കുട്ടികൾക്ക് അച്ഛനിരുന്ന് മനസ്സിലാക്കി തരികയാണ്. മാത്രമല്ല, ഓർമ്മിക്കുന്നതിനുള്ള യുക്തികളും പറഞ്ഞു തരുന്നു. കുട്ടികൾ ഇരിക്കുന്നുണ്ട്. നിഷ്കളങ്കനായ ശിവബാബ വന്നിരിക്കുന്നു എന്നത് കുട്ടികളുടെ ഉള്ളിലുണ്ട്. അരമണിക്കൂർ ശാന്തമായി ഇരിക്കുകയാണെന്ന് കരുതൂ. ഒന്നും പറയുന്നില്ല എങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ആത്മാവ് പറയും, ശിവബാബ എന്തെങ്കിലും പറയൂ. ശിവബാബ ഇരിക്കുന്നുണ്ടെന്നറിയാം, പക്ഷേ ഒന്നും സംസാരിക്കുന്നില്ല. ഇതും നിങ്ങളുടെ ഓർമ്മയുടെ യാത്രയല്ലേ? ബുദ്ധിയിൽ ശിവബാബയെയാണ് ഓർമ്മയുള്ളത്. ബാബ എന്തെങ്കിലും പറയൂ, ജ്ഞാനരത്നങ്ങൾ നൽകൂ എന്നുള്ളിൽ മനസ്സിലാക്കും. ബാബ വരുന്നത് തന്നെ ജ്ഞാനരത്നങ്ങൾ നൽകാനാണ്. ബാബ ജ്ഞാനസാഗരനല്ലേ? പറയും, കുട്ടികളെ, ദേഹി അഭിമാനി ആയിരിക്കൂ. ബാബയെ ഓർമ്മിക്കൂ. ഇത് ജ്ഞാനമാണ്. ബാബ പറയുന്നു, ഈ ഡ്രാമയുടെ ചക്രത്തെ, ഏണിപ്പടിയെ, പിന്നെ ബാബയെയും ഓർമ്മിക്കൂ. ഇത് ജ്ഞാനമാണ്. ബാബ എന്തെല്ലാം മനസ്സിലാക്കി തരുന്നുവോ അതിനെയെല്ലാം ജ്ഞാനം എന്നാണ് പറയുക. ഓർമ്മയുടെ യാത്രയെക്കുറിച്ചും മനസ്സിലാക്കി തരുന്നു. ഇതെല്ലാം ജ്ഞാനരത്നങ്ങളാണ്. ഓർമ്മയെക്കുറിച്ച് എന്തെല്ലാം മനസ്സിലാക്കി തരുന്നുവോ ഈ രത്നം വളരെ നല്ലതാണ്. ബാബ പറയുന്നു, തന്റെ 84 ജന്മങ്ങളെ ഓർമ്മിക്കൂ. നിങ്ങൾ പവിത്രമായാണ് വന്നത്, പിന്നീട് പവിത്രമായി തന്നെ പോകണം. കർമാതീത അവസ്ഥയിലേക്ക് എത്തണം. മാത്രമല്ല, ബാബയിൽ നിന്ന് പൂർണ്ണ സമ്പത്തും നേടണം. എപ്പോൾ ആത്മാവ് ഓർമ്മയുടെ ബലത്തിലൂടെ സത്തോ പ്രധാനമായി മാറുന്നുവോ അപ്പോഴേ സമ്പത്ത് ലഭിക്കുകയുള്ളൂ. ഈ വാക്കുകൾ വളരെ വിലപ്പെട്ടതാണ്. കുറിച്ചു വെക്കണം. ആത്മാവിൽ തന്നെയാണ് ധാരണ ഉണ്ടാകുന്നത്. ഈ ശരീരം കർമ്മേന്ദ്രിയങ്ങളാണ്. ഇവ വിനാശമാകുന്നതാണ്. നല്ലതോ മോശമായതോ ആയ സംസ്കാരം ആത്മാവിലാണ് നിറയുന്നത്. ബാബയിലും സംസ്കാരം നിറഞ്ഞിട്ടുണ്ട്. സൃഷ്ടിയുടെ ആദിമധ്യ അന്ത്യത്തിന്റെ ജ്ഞാനത്തിന്റെ. അതിനാലാണ് ബാബയെ നോളജ്ഫുൾ എന്ന് പറയുന്നത്. ബാബ ശരിയായി പറഞ്ഞു തരുന്നു, 84ന്റെ ചക്രം വളരെ സഹജമാണ്. ഇപ്പോൾ 84ന്റെ ചക്രം പൂർത്തിയായിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് തിരിച്ച് ബാബയുടെ അടുത്തേക്ക് പോകണം. അഴുക്ക് നിറഞ്ഞ ആത്മാവിന് അവിടേക്ക് പോകാൻ കഴിയില്ല. നിങ്ങളുടെ ആത്മാവ് പവിത്രമായി മാറിയാൽ പിന്നെ നിങ്ങളുടെ ശരീരം ഉപേക്ഷിക്കും. പവിത്രമായ ശരീരം ഇവിടെ ലഭിക്കുകയില്ല. ഇത് പഴയ ചെരുപ്പാണ്. ഇതിനോട് വൈരാഗ്യം ഉണ്ടാകണം. ആത്മാവിന് പവിത്രമായി മാറി പിന്നെ നമുക്ക് പവിത്രമായ ശരീരം എടുക്കണം. സത്യയുഗത്തിൽ നമ്മൾ ആത്മാക്കളും ശരീരവും രണ്ടും പവിത്രമായിരുന്നു. ഈ സമയത്ത് നിങ്ങളുടെ ആത്മാവ് അപവിത്രമായി മാറി.
അതിനാൽ ശരീരവും അപവിത്രമായി മാറി. എങ്ങനെയാണോ സ്വർണം, അതുപോലെയാണ് ആഭരണം. ഗവൺമെന്റും പറയുന്നു, ഭാരമില്ലാത്ത സ്വർണത്തിന്റെ ആഭരണം അണിയൂ, അതിന്റെ വില കുറവാണ്. ഇപ്പോൾ നിങ്ങൾ ആത്മാവിന്റെയും വില കുറവാണ്. അവിടെ നിങ്ങളുടെ ആത്മാവിന് എത്ര മൂല്യമുണ്ടായിരുന്നു. സതോ പ്രധാനമാണല്ലോ. ഇപ്പോഴാണെങ്കിൽ തമോ പ്രധാനമാണ്. കറ പറ്റിയിരിക്കുന്നു, ഒരു ഉപകാരവുമില്ല. അവിടെ ആത്മാവ് പവിത്രമാണ്, അതിനാൽ വളരെയധികം മൂല്യമുണ്ട്. ഇപ്പോൾ 9 ക്യാരറ്റായി, അതിനാൽ ഒരു മൂല്യവുമില്ല. അതിനാൽ ബാബ പറയുന്നു, ആത്മാവിനെ പാവനമാക്കി മാറ്റൂ, എങ്കിൽ ശരീരവും പവിത്രമായത് ലഭിക്കും. ഈ ജ്ഞാനം മറ്റാർക്കും നൽകാൻ കഴിയില്ല. ബാബ തന്നെയാണ് പറയുന്നത്, എന്നെ മാത്രം ഓർമ്മിക്കൂ. കൃഷ്ണൻ എങ്ങനെ പറയാൻ പറ്റും? അവർ ദേഹധാരിയല്ലേ? ബാബ പറയുന്നു, സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി അച്ഛനായ എന്നെ ഓർമ്മിക്കൂ. ഒരു ദേഹധാരിയെയും ഓർമ്മിക്കരുത്. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ പിന്നീട് മനസ്സിലാക്കി കൊടുക്കണം. ശിവബാബ നിരാകാരനാണ്. ബാബയുടേത് അലൗകിക ജന്മമാണ്. നിങ്ങൾ കുട്ടികൾക്കും അലൗകിക ജന്മം നൽകുന്നു. അലൗകിക അച്ഛനും അലൗകിക കുട്ടികളും. ലൗകികം, അലൗകികം, പിന്നെ പാരലൗകികം എന്നും പറയാറുണ്ട്. നിങ്ങൾ കുട്ടികൾക്ക് അലൗകിക ജന്മം ലഭിച്ചിരിക്കുന്നു. ബാബ നിങ്ങളെ ദത്തെടുത്ത് സമ്പത്ത് നൽകുകയാണ്. നിങ്ങൾക്കറിയാം, നമ്മൾ ബ്രാഹ്മണരുടേത് അലൗകിക ജന്മമാണ്. അലൗകിക പിതാവിൽ നിന്നും അലൗകിക സമ്പത്ത് ലഭിക്കുന്നു. ബ്രഹ്മകുമാരൻ കുമാരിമാർക്കല്ലാതെ മറ്റാർക്കും സ്വർഗത്തിന്റെ അധികാരിയാവാൻ സാധിക്കില്ല. മനുഷ്യൻ ഒന്നും മനസ്സിലാക്കുന്നില്ല. നിങ്ങൾക്ക് ബാബ എത്ര മനസ്സിലാക്കി തരുന്നു? അപവിത്രമായ ആത്മാവിന് ഓർമ്മയില്ലാതെ പവിത്രമാകാൻ സാധിക്കില്ല. ഓർമ്മയിൽ ഇരിക്കുന്നില്ലെങ്കിൽ കറ നിലനിൽക്കും. പവിത്രമാകാൻ സാധിക്കില്ല. പിന്നെ ശിക്ഷകൾ അനുഭവിക്കേണ്ടതായി വരും. ലോകത്തിലെ മുഴുവൻ ആത്മാക്കൾക്കും പവിത്രമായി മാറി തിരിച്ചു പോകണം. ശരീരം പോവുകയില്ല. ബാബ പറയുന്നു, സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കാൻ എത്ര ബുദ്ധിമുട്ട് തോന്നുന്നു. ജോലി ചെയ്യുമ്പോൾ ആ അവസ്ഥ നിലനിൽക്കുന്നുണ്ടോ? ബാബ പറയുന്നു, ശരി, സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കിയില്ലെങ്കിലും ശിവബാബയെ ഓർമ്മിക്കൂ. ജോലികൾ ചെയ്തുകൊണ്ടും ഇതിലാണ് പരിശ്രമം. ഈ ശരീരത്തിലൂടെ ജോലി ചെയ്യുകയാണ്. ഞാൻ ആത്മാവ് തന്നെയാണ് ശിവബാബയെ ഓർമ്മിക്കുന്നത്. ആത്മാവ് തന്നെയാണ് ആദ്യമാദ്യം പവിത്രമായിരുന്നത്. ഇപ്പോൾ വീണ്ടും പവിത്രമാകണം. ഇതാണ് പരിശ്രമം. ഇതിൽ വളരെ വലിയ സമ്പാദ്യമുണ്ട്. ഇവിടെ എത്ര വലിയ ധനികനുമാകട്ടെ, പക്ഷേ ആ സുഖമില്ല. എല്ലാവരുടെയും തലയിൽ ദുഃഖമാണ്. ഇന്ന് വലിയ വലിയ രാജാക്കന്മാരും പ്രസിഡന്റുമാരും ഉണ്ട്. നാളെ അവരെയും കൊലപ്പെടുത്തുന്നു. വിദേശത്ത് എന്തെല്ലാമാണ് സംഭവിക്കുന്നത്? ധനികർക്കും രാജാക്കന്മാർക്കുമാണ് അപകടം. ഇവിടെ ആരാണോ രാജാവായിരുന്നത് അവർ പ്രജയായി മാറി. രാജാക്കന്മാരുടെ മേൽ പ്രജകളുടെ രാജ്യമാണിപ്പോൾ. ഡ്രാമയിൽ ഇങ്ങനെയുണ്ട്. അവസാനമാണ് ഈ അവസ്ഥ ഉണ്ടാകുന്നത്. പരസ്പരം വളരെയധികം അടിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കറിയാം, കൽപ്പം മുൻപും ഇങ്ങനെ സംഭവിച്ചിരുന്നു. നിങ്ങൾ ഗുപ്തവേഷത്തിൽ ഹൃദയം കൊണ്ട്, ജീവൻ കൊണ്ട്, അഥവാ സ്നേഹം കൊണ്ട്, പ്രേമം കൊണ്ട് തന്റെ നഷ്ട രാജ്യം നേടുകയാണ്. നിങ്ങൾക്ക് പരിചയം ലഭിച്ചു. ഞങ്ങൾ അധികാരികളായിരുന്നു, സൂര്യവംശി ദേവതകളായിരുന്നു. ഇപ്പോൾ വീണ്ടും അതായി മാറുന്നതിനായി പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ നിങ്ങളിവിടെ സത്യനാരായണന്റെ കഥ കേൾക്കുകയല്ലേ. ബാബയിലൂടെ നമ്മൾ എങ്ങനെയാണ് നരനിൽ നിന്ന് നാരായണനായി മാറുന്നത്? ബാബ വന്ന് രാജയോഗം പഠിപ്പിക്കുന്നു.
ഭക്തിമാർഗത്തിൽ ആർക്കും ഇത് പഠിപ്പിക്കാൻ സാധിക്കില്ല. ഒരു മനുഷ്യനെയും അച്ഛൻ, ടീച്ചർ, സദ്ഗുരു എന്ന് പറയില്ല. ഭക്തിയിൽ എത്ര പഴയ കഥകൾ ഇരുന്ന് കേൾപ്പിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് 21 ജന്മങ്ങളിലേക്ക് വിശ്രമം പ്രാപ്തമാക്കുന്നതിന് തീർച്ചയായും പാവനമായി മാറേണ്ടി വരും. ബാബ പറയുന്നു, സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കൂ. പകുതിക്കൽപ്പം ഡ്രാമ അനുസരിച്ച് ദേഹാഭിമാനത്തിലായിരുന്നു. ഇപ്പോൾ ദേഹി അഭിമാനിയായി മാറണം. ഡ്രാമ അനുസരിച്ച് ഇപ്പോൾ പഴയ ലോകം മാറി പുതിയതാകണം. ലോകം ഒന്നേ ഉള്ളൂ. പഴയ ലോകത്തിൽ നിന്നും വീണ്ടും പുതിയതാവും. പുതിയ ലോകത്തിൽ പുതിയ ഭാരതമുണ്ടായിരുന്നു. അതിൽ ദേവീ ദേവതകളായിരുന്നു. തലസ്ഥാനവും അറിയാം. യമുനയുടെ തീരത്തായിരുന്നു. ഇതിനെയാണ് മാലാഖമാരുടെ ദേശം എന്നും പറയുന്നത്. അവിടെ പ്രകൃതിദത്തമായ സൗന്ദര്യമായിരിക്കും. ആത്മാവ് പവിത്രമായി മാറിയാൽ പവിത്രാത്മാവിന് ശരീരവും പവിത്രമായത് ലഭിക്കും. ബാബ പറയുന്നു, ഞാൻ വന്ന് നിങ്ങളെ സുന്ദരമായ ദേവീ ദേവതയാക്കി മാറ്റുന്നു. നിങ്ങൾ കുട്ടികൾ തന്റെ പരിശോധന നടത്തൂ. എന്റെ ഉള്ളിൽ ഒരവഗുണവും ഇല്ലല്ലോ. ഓർമ്മയിൽ ഇരിക്കുന്നുണ്ടോ? പഠിപ്പും പഠിക്കണം. ഇത് വളരെ വലിയ പഠിപ്പാണ്. ഒരേ ഒരു പഠിപ്പേ ഉള്ളൂ. ആ പഠിപ്പിലാണെങ്കിൽ എത്ര പുസ്തകങ്ങൾ പഠിക്കുന്നു. ഈ പഠിപ്പ് ഉയർന്നതിലും ഉയർന്നതാണ്. പഠിപ്പിക്കുന്നയാൾ ഉയർന്നതിലും ഉയർന്ന ശിവബാബയാണ്. ശിവബാബ ഈ ലോകത്തിന്റെ അധികാരിയാണ് എന്നല്ല, നിങ്ങളാണ് വിശ്വത്തിന്റെ അധികാരിയായി മാറുന്നത്. എത്ര പുതിയ പുതിയ ഗൂഹ്യമായ കാര്യങ്ങൾ നിങ്ങളെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നു. മനുഷ്യർ കരുതുന്നത് പരമാത്മാവാണ് സൃഷ്ടിയുടെ അധികാരി എന്നാണ്. ബാബ മനസ്സിലാക്കി തരുന്നു, മധുരമധുരമായ കുട്ടികളെ, ഞാൻ ഈ സൃഷ്ടിയുടെ അധികാരി അല്ല. നിങ്ങളാണ് അധികാരിയായി മാറുന്നത്. പിന്നീട് അത് നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു. പിന്നീട് ബാബ വന്ന് വിശ്വത്തിന്റെ അധികാരിയാക്കി മാറ്റുന്നു. വിശ്വം എന്ന് ഇതിനെ തന്നെയാണ് പറയുന്നത്. മൂലവതനം അല്ലെങ്കിൽ സൂക്ഷ്മവതനത്തിന്റെ കാര്യമല്ല. മൂലവതനത്തിൽ നിന്നും നിങ്ങൾ ഇവിടെ വന്ന് 84 ജന്മങ്ങളുടെ ചക്രം കറങ്ങുന്നു. വീണ്ടും ബാബയ്ക്ക് വരേണ്ടി വരുന്നു. നിങ്ങൾ നഷ്ടപ്പെടുത്തിയ അതേ പ്രാലബ്ധം നേടുന്നതിനായി ഇപ്പോൾ നിങ്ങളെ വീണ്ടും പുരുഷാർത്ഥം ചെയ്യിക്കുന്നു. വിജയത്തിന്റെയും തോൽവിയുടെയും കളിയല്ലേ. ഈ രാവണരാജ്യം അവസാനിക്കണം. ബാബ എത്ര സഹജമായ രീതിയിലാണ് മനസ്സിലാക്കി തരുന്നത്. ബാബ സ്വയം ഇരുന്ന് പഠിപ്പിക്കുകയാണ്. അവിടെയാണെങ്കിൽ മനുഷ്യനാണ് മനുഷ്യരെ പഠിപ്പിക്കുന്നത്. നിങ്ങളും മനുഷ്യരാണ്, പക്ഷെ ബാബ നിങ്ങൾ ആത്മാക്കളെയാണ് ഇരുന്ന് പഠിപ്പിക്കുന്നത്. പഠിപ്പിന്റെ സംസ്കാരം ആത്മാവിൽ തന്നെയാണ് ഉള്ളത്. ഇപ്പോൾ നിങ്ങൾ വളരെ നോളജ്ഫുള്ളാണ്. ബാക്കിയുള്ളതെല്ലാം ഭക്തിയിലെ നോളജാണ്. സമ്പാദിക്കാനും നോളജ് ആവശ്യമാണ്. ശാസ്ത്രങ്ങളിലുള്ളതും നോളജാണ്. ഇത് ആത്മീയ നോളജാണ്. നിങ്ങളുടെ ആത്മാവിന് ആത്മീയ അച്ഛനിരുന്ന് നോളജ് കേൾപ്പിക്കുകയാണ്. 5000 വർഷം മുൻപും നിങ്ങൾ കേട്ടിരുന്നു. മുഴുവൻ മനുഷ്യ സൃഷ്ടിയിലും ഇങ്ങനെ ഒരിക്കലും ആരും പഠിപ്പിച്ചിട്ടുണ്ടാകില്ല. ഈശ്വരൻ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത് എന്നത് ആർക്കും അറിയില്ല. നിങ്ങൾ കുട്ടികൾക്കറിയാം. ഇപ്പോൾ ഈ പഠിപ്പിലൂടെ രാജധാനി സ്ഥാപിക്കുകയാണ്. ആരാണോ നല്ല രീതിയിൽ പഠിക്കുകയും ശ്രീമതം അനുസരിച്ച് നടക്കുകയും ചെയ്യുന്നത് അവർ ഉയർന്ന പദവിയിലെത്തും. പിന്നെ ആരാണോ ബാബയെ നിന്ദിക്കുന്നത്, കൈവിട്ടു പോകുന്നത്, അവർ പ്രജയിൽ വളരെ കുറഞ്ഞ പദവി നേടും. ബാബ ഒരേ പഠിപ്പാണ് പഠിക്കുന്നത്. പഠിപ്പിൽ എത്ര സാധ്യതകളുണ്ട്. ദൈവിക രാജധാനി ആയിരുന്നില്ലേ? ഒരേ ഒരു ബാബ തന്നെയാണ് ഇവിടെ വന്ന് സാമ്രാജ്യം സ്ഥാപിക്കുന്നത്.
ബാക്കി ഇതെല്ലാം വിനാശമാകാനുള്ളതാണ്. ബാബ പറയുന്നു, കുട്ടികളെ, ഇപ്പോൾ പെട്ടെന്ന് തയ്യാറാകൂ. തെറ്റുകൾ ചെയ്ത് സമയം വ്യർത്ഥമാക്കരുത്. ഓർമ്മിക്കുന്നില്ലെങ്കിൽ വളരെ വിലപ്പെട്ട സമയം വ്യർത്ഥമാകും. ശരീര നിർവഹണാർത്ഥം തീർച്ചയായും ജോലി ചെയ്യണം. എങ്കിലും കൈകൾ ജോലി ചെയ്യുമ്പോഴും ഹൃദയം ഓർമ്മിക്കണം. ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ നിങ്ങൾക്ക് രാജധാനി ലഭിക്കും. ഭഗവാൻ സുഹൃത്താകുന്ന കഥയും നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അലാവുദ്ദീന്റെ നാടകവും കാണിക്കുന്നു. ഉരസുമ്പോൾ ഖജനാവ് തുറന്നുവന്നു. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്കറിയാം, അല്ലാഹു നിങ്ങളെ സ്പർശിച്ചപ്പോൾ നിങ്ങൾ എന്തിൽ നിന്നും എന്തായി മാറി. സെക്കൻഡിൽ ദിവ്യദൃഷ്ടിയിലൂടെ വൈകുണ്ഠത്തിലേക്ക് പോകുന്നു. മുൻപ് പെൺകുട്ടികൾ ഒരുമിച്ചിരിക്കുമായിരുന്നു. പിന്നീട് തനിയെ ധ്യാനത്തിലേക്ക് പോകുമായിരുന്നു. പിന്നെ മാജിക് ആണെന്ന് പറഞ്ഞു. അതിനാൽ അത് നിർത്തിവെച്ചു. അതിനാൽ ഈ മുഴുവൻ കാര്യങ്ങളും ഈ സമയത്തേതാണ്. ഹാത്തിം തായിയുടെയും കഥയുണ്ടല്ലോ. നാണയം വായിലിട്ടാൽ മായ മറഞ്ഞു പോകുമായിരുന്നു. നാണയം പുറത്തെടുത്താൽ മായ വരും. രഹസ്യം ആർക്കും മനസ്സിലാക്കാൻ സാധിച്ചില്ല. ബാബ പറയുന്നു, കുട്ടികളെ, വായിൽ നാണയം ഇടൂ. നിങ്ങൾ ശാന്തിയുടെ സാഗരമാണ്. ആത്മാവ് ശാന്തമായി സ്വധർമ്മത്തിൽ ഇരിക്കുന്നു. സത്യയുഗത്തിലും നമ്മൾ ആത്മാവാണ് എന്നത് അറിയും. ബാക്കി പരമാത്മാവായ അച്ഛനെ ആരും അറിയുന്നില്ല. അവിടെ വികാരത്തിന്റെ പേരുപോലും ഉണ്ടായിരുന്നില്ലേ എന്ന് എപ്പോഴെങ്കിലും ആരെങ്കിലും ചോദിച്ചാൽ പറയൂ, അത് നിർവികാരി ലോകമാണ്. 5 വികാരങ്ങൾ അവിടെ ഉണ്ടാവുകയേ ഇല്ല. ദേഹാഭിമാനമേ ഇല്ല. മായയുടെ രാജ്യത്തിൽ ദേഹാഭിമാനിയായി മാറുന്നു. എന്നാൽ അവിടെ മോഹജീതായിരിക്കും. ഈ പഴയ ലോകത്തിൽ നഷ്ടമോഹ ആവണം. ആരാണോ വീട് ഉപേക്ഷിക്കുന്നത് അവർക്കാണ് വൈരാഗ്യമുണ്ടാകുന്നത്. നിങ്ങൾക്കാണെങ്കിൽ വീട് ഉപേക്ഷിക്കേണ്ടതില്ല. ബാബയുടെ ഓർമ്മയിലിരുന്ന് ഈ പഴയ ശരീരം ഉപേക്ഷിച്ചു പോകണം. എല്ലാവരുടെയും കണക്ക് വഴക്കുകൾ ഇല്ലാതാവണം. പിന്നീട് വീട്ടിലേക്ക് പോകും. ഇത് കൽപ്പകൽപ്പം സംഭവിക്കുന്നു. നിങ്ങളുടെ ബുദ്ധി അങ്ങ് ദൂരെ ദൂരെ മുകളിലേക്ക് പോകുന്നു. അവരാണെങ്കിൽ നോക്കുന്നത് എവിടം വരെ സാഗരമുണ്ട്, സൂര്യചന്ദ്രനിൽ എന്താണുള്ളത്. മുൻപ് ഇവരെല്ലാം ദേവതകളാണ് എന്നാണ് കരുതിയിരുന്നത്. നിങ്ങൾ പറയുന്നു, ഇതെല്ലാം സ്റ്റേജിലേക്കുള്ള ലൈറ്റുകളാണ്. ഇവിടെയാണ് കളി നടക്കുന്നത്. അതിനാൽ ഈ വിളക്കുകളും ഇവിടെയാണ്. മൂലവതനത്തിലും സൂക്ഷ്മവതനത്തിലും ഇതുണ്ടാവുകയില്ല. അവിടെ കളിയുമില്ല. ഈ അനാദിയായ കളി നടന്നുകൊണ്ടേയിരിക്കുന്നു. ചക്രം കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. പ്രളയം ഉണ്ടാകുന്നില്ല. ഭാരതം അവിനാശിയായ ഖണ്ഡമാണ്. ഇതിൽ തീർച്ചയായും മനുഷ്യരുണ്ടാകും. ഒരിക്കലും ജലത്തിൽ മുങ്ങിപ്പോകില്ല. പക്ഷികളും മൃഗങ്ങളും എന്തെല്ലാമുണ്ടോ അവയെല്ലാം ഉണ്ടാകും. ബാക്കി ഏതെല്ലാം ഖണ്ഡങ്ങളുണ്ടോ അവ സത്യത്രേതായുഗങ്ങളിൽ ഉണ്ടാകില്ല. നിങ്ങൾ ദിവ്യദൃഷ്ടിയിൽ എന്തെല്ലാം കണ്ടോ അതെല്ലാം പ്രാക്ടിക്കലിൽ കാണും. പ്രാക്ടിക്കലിൽ നിങ്ങൾ വൈകുണ്ഠത്തിൽ ചെന്ന് രാജ്യം ഭരിക്കും. ഇതിനായി പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നിട്ടും ബാബ പറയുന്നു, ഓർമ്മിക്കുന്നതിൽ വളരെയധികം പരിശ്രമമുണ്ട്. മായ ഓർമ്മിക്കാൻ അനുവദിക്കില്ല. വളരെ സ്നേഹത്തോടെ ബാബയെ ഓർമ്മിക്കണം. അജ്ഞാന കാലത്തു പോലും വളരെ സ്നേഹത്തോടെ അച്ഛന്റെ മഹിമ പാടിയിരുന്നു. ഞങ്ങളുടെ ഭഗവാൻ ഇങ്ങനെയാണ്, ഇന്ന പദവിയിലാണ് എന്നൊക്കെ. ഇപ്പോൾ നിങ്ങളുടെ ബുദ്ധിയിൽ മുഴുവൻ സൃഷ്ടി ചക്രവുമുണ്ട്. എല്ലാ ധർമ്മങ്ങളുടെയും ജ്ഞാനമുണ്ട്. എങ്ങനെയാണോ അവിടെ ആത്മാക്കളുടെ വൃക്ഷമുള്ളത്, അതുപോലെ ഇവിടെ മനുഷ്യ സൃഷ്ടിയുടെ വൃക്ഷവുമുണ്ട്. ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ബ്രഹ്മാവാണ്. പിന്നീടാണ് നിങ്ങളുടെ ശാഖ. സൃഷ്ടി നടന്നുകൊണ്ടേയിരിക്കുമല്ലോ.
ബാബ മനസ്സിലാക്കി തരുന്നു, കുട്ടികളെ, നരനിൽ നിന്നും നാരായണനായി മാറണമെങ്കിൽ നിങ്ങൾ എന്താണോ പറയുന്നത് അതുതന്നെ ആവണം നിങ്ങളുടെ കർമ്മം. ആദ്യം തന്റെ അവസ്ഥ നോക്കണം. ബാബ, ഞങ്ങൾ അങ്ങയിൽ നിന്ന് മുഴുവൻ സമ്പത്തും എടുത്തിട്ടേയിരിക്കൂ. എങ്കിൽ പെരുമാറ്റവും അതിനനുസരിച്ചുള്ളതായിരിക്കണം. നരനിൽ നിന്നും നാരായണനായി മാറുന്നതിനുള്ള ഒരേ ഒരു പഠിപ്പ് ഇതാണ്. ഇത് നിങ്ങളെ ബാബയാണ് പഠിപ്പിക്കുന്നത്. രാജാക്കന്മാരുടെയും രാജാവായി മാറുന്നത് നിങ്ങൾ തന്നെയാണ്. മറ്റൊരു ഖണ്ഡവും ഉണ്ടാകില്ല. നിങ്ങൾ പവിത്രമായ രാജാക്കന്മാരായി മാറുന്നു. പിന്നീട് പ്രകാശമില്ലാത്ത അപവിത്രമായ രാജാക്കന്മാർ പവിത്രമായ രാജാക്കന്മാരുടെ ക്ഷേത്രം നിർമ്മിച്ച് പൂജ ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾ പഠിക്കുകയാണ്. വിദ്യാർത്ഥികൾ എന്തുകൊണ്ടാണ് ടീച്ചറെ മറക്കുന്നത്? ബാബ മായ മറപ്പിക്കുന്നു എന്ന് പറയുന്നു. ദോഷം പിന്നെ മായയ്ക്കാണ്. അല്ല, ഓർമ്മിക്കേണ്ടത് നിങ്ങളാണ്. മുഖ്യമായത് ഒരേ ഒരു ടീച്ചറാണ്. ബാക്കി എല്ലാവരും സഹായികളായ ടീച്ചേഴ്സാണ്. അച്ഛനെ മറന്നുപോകുന്നു. ശരി, എങ്കിൽ ടീച്ചറെ ഓർമ്മിക്കൂ. നിങ്ങൾക്ക് 3 ചാൻസുകൾ നൽകിയിട്ടുണ്ട്. ഒരാളെ മറന്നാൽ അടുത്തയാളെ ഓർമ്മിക്കൂ. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരികെ കിട്ടിയ മധുരമധുരമായ സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും പുലർക്കാല വന്ദനവും. ആത്മീയ പിതാവിന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. ബാബയിൽ നിന്ന് പൂർണ്ണ സമ്പത്ത് നേടുന്നതിനായി എന്താണോ പറയുന്നത് അത് തന്നെ ചെയ്യണം. ഇതിനുള്ള പുരുഷാർത്ഥം ചെയ്യണം. മോഹജീത്തായി മാറണം. 2. സദാ ഓർമ്മ വേണം, നമ്മൾ ശാന്തി സാഗരന്റെ സന്താനങ്ങളാണ്. നമുക്ക് ശാന്തമായി ഇരിക്കണം. വായിൽ നാണയം ഇടണം. തെറ്റുകൾ ചെയ്ത് തന്റെ സമയം വേസ്റ്റാക്കരുത്. വരദാനം: കൂട്ടായ്മയാകുന്ന കോട്ടയെ ശക്തമാക്കുന്ന സർവരുടെയും സ്നേഹിയും സന്തുഷ്ടവുമായ ആത്മാവായി ഭവിക്കട്ടെ. കൂട്ടായ്മയുടെ ശക്തി വിശേഷ ശക്തിയാണ്. ഏകമതത്തിലുള്ള കൂട്ടായ്മയുടെ കോട്ടയെ ആർക്കും ഇളക്കാനാവില്ല. എന്നാൽ ഇതിന്റെ ആധാരം പരസ്പര സ്നേഹികളായി മാറി എല്ലാവർക്കും ആദരവ് നൽകുകയും സ്വയം സന്തുഷ്ടമായി ഇരുന്നുകൊണ്ട് സർവരെയും സന്തുഷ്ടമാക്കുകയും ചെയ്യുക എന്നതാണ്. ആരും ഡിസ്റ്റർബ് ആവരുത്. ആരെയും ഡിസ്റ്റർബ് ചെയ്യാനും പാടില്ല. എല്ലാവരും പരസ്പരം ശുഭഭാവനയുടെയും ശുഭകാമനയുടെയും സഹയോഗം നൽകിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ കൂട്ടായ്മയുടെ കോട്ട ശക്തമായി മാറും. കൂട്ടായ്മയുടെ ശക്തി തന്നെയാണ് വിജയത്തിന്റെ വിശേഷ ആധാര സ്വരൂപം. സ്ലോഗൻ: എപ്പോഴാണോ ഓരോ കർമ്മവും യഥാർത്ഥവും യുക്തിയുക്തവുമാകുന്നത് അപ്പോൾ പറയാം പവിത്രാത്മാവ്. അവ്യക്ത സൂചന: സങ്കല്പശക്തി ശേഖരിച്ച് ശ്രേഷ്ഠ സേവനങ്ങൾക്ക് നിമിത്തമായി മാറൂ. ഓരോ കുട്ടികളും അവനവനെ പ്രതി ഉന്മേഷത്തിന്റെ നല്ല നല്ല സങ്കല്പങ്ങൾ ചെയ്യണം. ഇനി ഇങ്ങനെ ചെയ്യണം, ഇത് ചെയ്യണം, എന്തായാലും ചെയ്യണം, ചെയ്ത് കാണിക്കും. ഇങ്ങനെയുള്ള ശ്രേഷ്ഠ സങ്കല്പങ്ങളുടെ വിത്ത് വിതച്ച് ആ സങ്കല്പത്തെ അഥവാ ബീജത്തെ പ്രാക്ടിക്കലിലേക്ക് കൊണ്ടുവരാനുള്ള പാലന നൽകിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ വിത്ത് ഫലസ്വരൂപമായി മാറുക തന്നെ ചെയ്യും. ഓം ശാന്തി.